ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ബലരാമനും അതുപോലെ തന്നെ കൃഷും എല്ലാവരും ഒന്നായിരിക്കട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കുകയാണ്. അപ്പോഴത്തേനും എന്തായാലും ഞാൻ ഇനി പോട്ടെ എന്ന് പറയുന്നു. അപ്പോൾ വേണ്ട, നമുക്കിപ്പോൾ ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് സുജു പറയുമ്പോഴത്തേനും ഇല്ലമ്മേ, ഞാൻ പോട്ടെ, എന്നെ കാത്ത് എൻ്റെ അനിയത്തി നിൽക്കുന്നുണ്ടാവും, അവളായിരിക്കും എൻ്റെ എല്ലാം. ഇന്ന് എനിക്ക് ഈ നേട്ടം ഉണ്ടാവാനും ഒക്കെ കാരണം ആ പാവം കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെയും കൂട്ടി ഒരു ദിവസം വരാം, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, പോയിട്ട് വാ മോനെ എന്ന് പറയുന്നു. അവളെയും കൂട്ടി എന്തായാലും വരണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശരി, എൻ്റെ അനിയനും എല്ലാവർക്കും സന്തോഷമായല്ലോ. എൻ്റെ അനിയത്തി എന്നോട് എത്ര മാപ്പ് പറഞ്ഞാലും തീരില്ല, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏട്ടാ, നമ്മളൊന്നായില്ലേ എന്ന് പറയുന്നു കേട്ടോ. ഇത് കാണുന്ന ആൻറ്റിയമ്മയ്ക്കും സുജുവിനും മനസ്സ് നിറയുന്നുണ്ട്. പിന്നെ വിശ്വേട്ടനെ കാണിക്കുന്ന വിശ്വേട്ടനും ആ വിശ്വേട്ടൻ്റെ കൂട്ടുകാരൊക്കെ ചെയ്യുന്ന അരുണിനെ പഞ്ഞിക്കിടുന്നുണ്ട് കേട്ടോ. ഇനി നിനക്ക് കൺമണി മോളെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും വേണ്ടാന്ന് പറയുന്നുണ്ട്. അതാരാണെന്നൊക്കെയാണ് അവരോട് ചോദിക്കുന്നത്. നിനക്കറിയില്ലാലേ എന്ന് പറയുന്നുണ്ട്. ഇനി അവളുടെ പുറകെ ഞാൻ നടക്കില്ല, ഇനി എഴുതി ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നു. പിന്നെ എന്തായാലും നീ ഇനി അവളുടെ കൺവിട്ടത്ത് വന്നു പോരുത്, പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും എന്ന് പറയുന്നു. ആ സമയത്ത് അച്ഛൻ ഓടി വരുന്നു. മോനെ, നിനക്ക് എന്താടാ പറ്റിയത്? അയ്യോ അച്ഛ, അല്ല എനിക്കൊരു കുഴപ്പമില്ല അച്ഛ, അവരുടെ മുന്നിൽ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മോനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നീട് മാനസയാട്ടോ കാണിക്കുന്ന. മാനസ ചേച്ചിയമ്മയെ വിളിക്കുന്നുണ്ട്. എൻ്റെ മോളെ, ഇവിടെ നല്ലൊരു സംഭവം നടന്നു. ബലരാമൻ ആളൊരു സൂപ്പറാണ്, കൃഷൊക്കെ എവിടെ കിടക്കുന്നു, അവൻ അടിപൊളിയാണ്, സൗന്ദര്യം കൊണ്ടും പണം കൊണ്ടും പ്രതാപം കൊണ്ടും മിടുക്കനാണ് അവൻ. ഇവിടെ എല്ലാവർക്കും സന്തോഷമായി. കൃഷിയാണെങ്കിൽ സ്വന്തം ഏട്ടനായിട്ട് ബലരാമനെ കണക്ക് കൂട്ടുകയും ചെയ്തു. ഇനി ആഘോഷങ്ങളുടെ നാളാണ്. അപ്പോൾ കൺമണിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരെ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ മാനസ നാടക കണ്ണീര് തുടങ്ങിയിട്ടോ. വീണ്ടും കരച്ചിലാണ് കേട്ടോ. മോളെ, നീ വിഷമിക്കേണ്ട, എന്നാലും ഇത് കേൾക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റും. എനിക്ക് എന്തായാലും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായിട്ടേ അതൊക്കെ പറയാമെന്ന് പറയുന്നു. പിന്നീട് അതിനുശേഷത്തിൻ്റെ പിറ്റീട് എന്തായാലും നീ വിഷമിക്കേണ്ട, നീ എല്ലാ പ്രശ്നം മാറുമ്പോൾ ഇങ്ങോട്ട് വാ, നിനക്കൊരു പോംവഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അന്വേഷണം തന്നെ ഏട്ടനെ കാണാനില്ലല്ലോ ലാലിയേൻ്റി എന്ന് പറയുന്നു. അങ്ങനെ വരുന്നുണ്ട് ബലരാമൻ. അതിന് ലാലിയേൻ്റി എനിക്കുള്ളൊരു ഗ്ലാസ് വെള്ളം വേണം പറയുന്നുണ്ട്. എന്താ ഏട്ടാ പോയ കാര്യം എന്ന് പറയുമ്പോൾ കൃഷ്ണയും കൃപയും ആരോ അപായപ്പെടുത്താൻ നോക്കിയ ആ വരുണ് സക്ക സമയത്ത് ഞാൻ അവരെ രക്ഷിച്ചു. പക്ഷേ ഇതൊന്നല്ല എൻ്റെ വിഷമം. കാരണം എൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്നെയായിരുന്നു സംശയം. അവർ തെറ്റ് പറയാൻ പറ്റുമോ മോളെ? പക്ഷേ ഇതിലൊരു ലാഭം ഉണ്ടായി. എൻ്റെ അനിയനെ എന്നെ അംഗീകരിച്ചു, എൻ്റെ വീട്ടുകാർ അംഗീകരിച്ചു, എനിക്ക് സന്തോഷമായി എന്ന് പറയുന്നു. ഏട്ടാ, അവരെല്ലാവരും അംഗീകരിച്ചു, കൂടപ്പിറപ്പിനൊക്കെ കിട്ടിയാലോ, ഏട്ടൻ എന്നെ മറക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ മോളെ മറന്നിട്ടൊരു ജീവിതമുണ്ടോ? ഏട്ടൻ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും, അവിടെ വീട്ടിലേക്ക് ഇടയ്ക്കേ ഞാൻ പോവുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഭാഗ്യശ്രീയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നെയും കൃഷ്ണയും കൺമണിയൊക്കെ കാണിക്കുന്നത്. അച്ഛനോട് വന്ന് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരക്കുന്ന സമയത്ത് തന്നെ എന്തായാലും സന്തോഷമായി. ഇവിടെ എൻ്റെ മനോജും കൂടി വേണമായിരുന്നു, അതിലേറെ സന്തോഷമായിരുന്നു. അളിയനും സംസാരിക്കുന്നത് കാണാൻ തന്നെ ഒരു സുഖമല്ലേ എന്ന് പറയുന്നുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടുകാർ വരും, കൺമണി പെണ്ണ് ചോദിക്കും, ഇവളെ കല്യാണം കഴിച്ച് തന്നേക്കണേ എനിക്കെന്ന് പറയുന്നു. എൻ്റെ മോളെ, എൻ്റെ മോൾക്ക് ഇങ്ങനൊരു നല്ലൊരു ആലോചന വരുന്നത് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇതിന് അമ്മായിമാർ പറയുന്നുണ്ട്, കൺമണി മിടുക്കിയാണ്, നല്ല കുട്ടിയാണ്, അപ്പോൾ നല്ലതല്ലേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചേക്കാളും നല്ലൊരു മോനെ എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് അച്ഛൻ പറയുന്നു കേട്ടോ. ഇനി സന്തോഷമായിട്ടിരിക്കട്ടെ, ഞാൻ പോട്ടെ എന്തായാലും എന്ന് പറഞ്ഞ് യാത്ര ചോദിച്ച് കൃഷി അങ്ങ് ഇറങ്ങുന്നു. പിന്നെയും സുജുവും അതുപോലെ സാഗറും കൂടി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷിൻ്റെ കല്യാണം കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേനും സുജു പറയുന്നുണ്ട്, അല്ല സാഗർ, ഏട്ടൻ നിൽക്കുമ്പോൾ എങ്ങനെ അനിയൻ്റെ വിവാഹം നടത്തും, അത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുജു, നീ എന്താ പറയുന്നത്? എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, ബലരാമൻ്റെ കല്യാണം കൂടി നടത്തിയാലോ? പക്ഷേ പെൺകുട്ടി, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ച് വരുന്നത്. സാഗർ എന്നോട് ദേഷ്യപ്പെടുമോ? ഇല്ല, നല്ലോണം ആലോചിച്ചിട്ട് ഇതിനൊരു മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. നീ പറ, ഞാൻ നോക്കട്ടെ. മാനസ, അവളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സാഗറിൻ്റെ മുഖം ഒന്ന് കറക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ സുജു പറയുന്നുണ്ട്, നമ്മൾ അവളോട് ചെയ്ത തെറ്റിന് ഇതിലൂടെ നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കില്ലേ? അപ്പോൾ ജയമോഹനോടും സമ്മതം ആലോചിച്ച് കഴിഞ്ഞാൽ, അവളുടെ സമ്മതം അറിഞ്ഞാൽ ഇത് നടത്താലോ? ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസ്സിലുള്ള കുറ്റബോധം നീങ്ങി കിട്ടും സാഗർ എന്ന് പറയുന്നു. നമുക്കത് ആലോചിക്കാം സുജു എന്ന് പറയുന്നു കേട്ടോ. പിന്നീടും കൃഷ്ണയും കൺമണിയെ കാണിക്കുന്നത്. കൺമണി കുളിച്ചൊക്കെ വരുന്ന സമയത്ത് തന്നെ കൃഷ് റൂമിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കൺമണി അങ്ങ് കെട്ടിപ്പിടിക്കുന്നു കേട്ടോ. അയ്യോ, പേടിച്ചിട്ട് ഓടി വന്നിട്ട് ലൈറ്റ് ഇടുന്നു കേട്ടോ. എനിക്ക് മനസ്സിലായി സാറാണെന്ന്. ധൈര്യത്തോടുകൂടി എൻ്റെ റൂമിലേക്ക് കടന്നു വരാൻ സാറിനല്ലേ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. എന്താ സാർ പോയില്ലല്ലോ? ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളത്, നിന്നെ ഒന്ന് കണ്ടു കൊതി തീർന്നില്ല എന്ന് പറയുന്നു.
അങ്ങനെ എന്താ ഞാൻ വിചാരിച്ചു സാറ് പോകുന്നുണ്ടാവില്ല, എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. സംസാരിക്കാൻ മാത്രമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൺമണി പറയണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ അർദ്ധരാത്രി തന്നെ കൺമണിയും കൃഷും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല പ്രണയത്തിലെ ഓരോരോ നിമിഷങ്ങളും അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോയിട്ട് കാണാം കേട്ടോ.